നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടക്കാൻ പോകുന്ന LDC, LGS പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടുമുള്ള ബയോളജി മേഖലയിലെ ചോദ്യമാണ്. ബയോളജി മേഖലയിലെ ഒരു ടോപ്പിക്കാണ്. നമുക്ക് സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തസ്രാവി വ്യവസ്ഥയാണ്. എന്താ സുഹൃത്തുക്കളെ? അന്തസ്രാവി വ്യവസ്ഥ ബയോളജി മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അന്തസ്രാവി വ്യവസ്ഥ. ഈ അന്തസ്രാവി വ്യവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അന്തസ്രാവി വ്യവസ്ഥ ആദ്യമായി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടതാണ് ഹോർമോണുകൾ. എന്താ സുഹൃത്തുക്കളെ ഹോർമോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കോശാന്തര സന്ദേശവാഹകരായിട്ടുള്ളതും വളരെ കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുമായ പോഷകരഹിതമായ, അതായത് പോഷകമില്ലാത്ത രാസപദാർത്ഥങ്ങളാണ് ഹോർമോണുകൾ. ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് പഠിക്കുക. കോശാന്തര സന്ദേശവാഹകരായിട്ടുള്ള വളരെ കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോഷക ഗുണങ്ങൾ ഒന്നുമില്ലാത്ത രാസപദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹോർമോണുകൾ. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നത് ഹോർമോണുകളാണ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ തുടർച്ചയായി നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹോർമോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. പഠിച്ചോളനെ, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. എന്തുകൊണ്ടാണ് അന്തസ്രാവി ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ രക്തത്തിലോട്ട് നേരിട്ട് ഇവന്മാര് ഹോർമോണിനെ അങ്ങ് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ഡക്റ്റോ അങ്ങനെയൊന്നും കാണില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നാളി കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഹോർമോണുകളെ പറ്റിയാണ്. കോശാന്തര സന്ദേശവാഹകരായിട്ടുള്ള വളരെ കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും പോഷകരഹിതം, പോഷകമില്ലാത്തതുമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹോർമോണുകൾ. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹോർമോണിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികളാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗ്രന്ഥികളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവയെല്ലാം വ്യക്തമായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോ മനുഷ്യരീരത്തിലെ പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികൾ ഏതൊക്കെയെന്ന് നോക്കാം. നമുക്ക് തലയിൽ നിന്ന് ആരംഭിക്കാം സുഹൃത്തുക്കളെ. ആദ്യമായി പഠിക്കാനുള്ളതാണ് ഹൈപ്പോതലാമസ്. ആരാണ്? ഹൈപ്പോതലാമസ്. അതിനുശേഷം പഠിക്കേണ്ടതാണ് പിനിയൽ ഗ്രന്ഥി. ഹൈപ്പോതലാമസ് ഗ്രന്ഥി, പിനിയൽ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി. 3 ഗ്രന്ഥികളായ ഹൈപ്പോതലാമസ് ഗ്രന്ഥി, പിനിയൽ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി. ഇവന്മാര് 3 പേരും ഏകദേശം നമ്മുടെ തലച്ചോറിനോട് ചേർന്ന് കാണപ്പെടുന്ന 3 പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികളാണ്. അപ്പൊ ആ 3 പേര് പഠിക്കുക: ഹൈപ്പോതലാമസ്, പിനിയല്, പീയൂഷ ഗ്രന്ഥി. അതിനുശേഷം നമ്മുടെ തൊണ്ടയിലേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, തൈറോയിഡ് ഗ്രന്ഥിയും അതുപോലെ പാരാതൈറോയിഡ് ഗ്രന്ഥിയും. അതിനുശേഷം നമ്മുടെ തൊണ്ടയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശ്വാസനാളത്തിന് ഇരുവശവുമായിട്ട് 2 പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട്. അതാണ് തൈറോയിഡ് ഗ്രന്ഥിയും അതുപോലെ തന്നെ പാരാതൈറോയിഡ് ഗ്രന്ഥിയും. അതിനുശേഷം നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞൻ ഗ്രന്ഥി ഇരിപ്പുണ്ട്. അവന്റെ പേരാണ് തൈമസ് ഗ്രന്ഥി. എന്താണ്? തൈമസ് ഗ്രന്ഥി. അതിനുശേഷം നമ്മുടെ വയറിലേക്ക് വരുമ്പോഴാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ആരുണ്ട്? പാൻക്രിയാസ് ഗ്രന്ഥിയുണ്ട്. അതിലും താഴേക്ക് വരുമ്പോൾ നമ്മുടെ കിഡ്നികൾക്ക് മുകളിലായിട്ട് അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അതിവൃക്ക ഗ്രന്ഥികളുണ്ട്. അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അതിവൃക്ക ഗ്രന്ഥികളുണ്ട്. അവരെവിടെ ഇരിക്കുന്നത്? നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമ്മുടെ വൃക്കകൾക്ക് മുകളിലായിട്ട്.
ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ അണ്ഡാശയവും അതുപോലെ പുരുഷന്മാരിലാണെങ്കിൽ വൃഷണങ്ങളും കാണപ്പെടുന്നു. സ്ത്രീകളിലാണെങ്കിൽ അണ്ഡാശയവും പുരുഷന്മാരിലാണെങ്കിൽ വൃഷണങ്ങളും കാണപ്പെടുന്നു. ഇത്രയുമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികള്. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ തലയിൽ പ്രധാനപ്പെട്ട 3 അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ഹൈപ്പോതലാമസ്, പിനിയൽ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, അല്ലെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നമ്മുടെ തൊണ്ടയിൽ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥികൾ വരുന്നു. അതാണ് തൈറോയിഡ് ഗ്രന്ഥിയും പാരാതൈറോയിഡ് ഗ്രന്ഥിയും. തൈറോയിഡ് ഗ്രന്ഥിയും പാരാതൈറോയിഡ് ഗ്രന്ഥിയും. അതിനുശേഷം വന്നാൽ നമ്മുടെ നെഞ്ചിലിരിക്കുന്നതാണ് തൈമസ് ഗ്രന്ഥി. ജസ്റ്റ് ലൊക്കേഷന് വേണ്ടി പറഞ്ഞതാണ് സുഹൃത്തുക്കളെ, തൈമസ് ഗ്രന്ഥി. അതുപോലെ തന്നെ വയറിനുള്ളിലാണെങ്കിൽ അവിടെ പാങ്ക്രിയാസ് ഗ്രന്ഥിയുണ്ട്. അതിനുശേഷം നമ്മുടെ വൃക്കകളുടെ ഇരുവശത്തുമായിട്ട് അഡ്രീനൽ ഗ്രന്ഥിയുണ്ട്, ഇല്ലെങ്കിൽ അവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അതിവൃക്ക ഗ്രന്ഥി. അതുപോലെ നമ്മുടെ ലൈംഗിക അവയവങ്ങളായിട്ടുള്ള വൃഷണങ്ങൾ പുരുഷന്മാരിൽ കാണപ്പെടുന്നതും അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ അണ്ഡാശയവും കാണപ്പെടുന്നു. ഇത്രയുമാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികള്. ഇവയെല്ലാം നമ്മൾ കീറി മുറിച്ച് പഠിക്കും. PSCയുടെ ഒത്തിരി പ്രീവിയസ് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതാണ് ഹൈപ്പോതലാമസിനെ പറ്റി, അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയെ പറ്റി. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ ഓർക്കുക. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. പഠിക്കുക. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണുകളാണ് ഓക്സിറ്റോക്സിനും അതുപോലെ തന്നെ വാസോപ്രസിനും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം, അല്ലെങ്കിൽ നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് പീയൂഷ ഗ്രന്ഥിയുടെ പിന്തളമാണ്. അതെന്തെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പീയൂഷ ഗ്രന്ഥി പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ ഇപ്പോ ഇത് ഓർക്കുക, എന്താണ് ഹൈപ്പോതലാമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ തന്നെ മൊത്തമായി നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയെ എന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും അതുപോലെ വാസോപ്രസിനും. ആരൊക്കെയാണ് ഹോർമോൺ? ഓക്സിറ്റോക്സിനും അതുപോലെ വാസോപ്രസിനും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം പീയൂഷ ഗ്രന്ഥി. അതിലും പീയൂഷ ഗ്രന്ഥിയുടെ പിന്തളമാണ് ഇത് ചെയ്യുന്നത്. പീയൂഷ ഗ്രന്ഥിയുടെ പിന്തളമാണ് ചെയ്യുന്നത്. പഠിക്കുക. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണം സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. വൃക്കയിൽ നിന്നും ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് വാസോപ്രസിൻ ആണ്. ADH എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസോപ്രസിൻ ആണ്. ADH എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് വാസോപ്രസിൻ ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും തണുപ്പ് കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യും. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും തണുപ്പ് കാലത്ത് ഇത് കുറയുകയും ചെയ്യും. എന്താ സുഹൃത്തുക്കളെ ഇതിനുള്ള കാരണം? ഒന്നുമില്ല കേട്ടോ. വേനൽക്കാലമാകുമ്പോ നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കും. അപ്പോ അതുവഴി ഒരുപാട് ജലം എന്ത് ചെയ്യും? പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിന് കിട്ടാവുന്ന മാക്സിമം ജലത്തിന് എന്ത് ചെയ്യണം? ശരീരം വലിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് കൂടുതൽ വാസോപ്രസിനെ ഉൽപ്പാദിപ്പിക്കുകയും വാസോപ്രസിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ കൂടുതൽ ജലം വൃക്കയിൽ നിന്ന് നമ്മുടെ രക്തത്തിലേക്ക് പുനർ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ്. നേരെ തിരിച്ച് തണുപ്പ് കാലമാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം പുറത്തു പോകാൻ പാടുപെടുമല്ലേ? കാരണം വിയർപ്പ് വളരെ കുറവായിരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജലത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ അമിതമായി ഇങ്ങനെ ഉണ്ടാകുന്ന ജലത്തിന് എന്ത് ചെയ്യണം? മൂത്രത്തിലൂടെ പുറന്തള്ളണം. അതിനു വേണ്ടിയിട്ട് വാസോപ്രസിന്റെ അളവ് കുറയുകയും അതിനോടൊപ്പം വൃക്ക എന്ത് ചെയ്യും? മാക്സിമം നമ്മുടെ രക്തത്തിലുള്ള ജലത്തിനെ മുഴുവൻ അരിച്ചെടുക്കുകയും മൂത്രമായിട്ട് എന്ത് ചെയ്യും? പുറത്ത് പോവുകയും ചെയ്യും. പഠിക്കുക. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഗർഭാശയ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. അപ്പോ വനിതകൾ
അപ്പോ സ്ത്രീകൾക്ക് ഗർഭാശയ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിറ്റോസിൻ ആണ്. പഠിക്കുക. ഹൈപ്പോ തലാമസിന്റെ സ്ഥാനമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ചിത്രത്തിൽ കണ്ടിരുന്നു. തലച്ചോറിന്റെ പൂർവ്വ മസ്തിഷ്കത്തിലെ ഡയൻസെഫാലോണിന് താഴെയായാണ് നമ്മുടെ ഹൈപ്പോ തലാമസിന്റെ സ്ഥാനം. പഠിച്ചോളനെ, ഡിഗ്രി ലെവലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹൈപ്പോ തലാമസിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാല് തലച്ചോറിന്റെ പൂർവ്വ മസ്തിഷ്കത്തിലെ ഡയൻസെഫാലോൺ എന്ന് പറയുന്ന മേഖലയ്ക്ക് താഴെയായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഹൈപ്പോ തലാമസ് കാണപ്പെടുന്നത്. ഹൈപ്പോ തലാമസിലെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസുകൾ. പഠിക്കുക. ഹൈപ്പോ തലാമസിലെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസുകൾ. ഹൈപ്പോ തലാമസിലെ 2 തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ശ്രവണ ഹോർമോണുകൾ. ഒന്നെന്താണ്? ശ്രവണ ഹോർമോണുകളും അതുപോലെ തന്നെ നിരോധക ഹോർമോണുകളും. അപ്പോ ഹൈപ്പോ തലാമസിലെ 2 തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ശ്രവണ ഹോർമോണും മറ്റൊന്നെന്താണ്? നിരോധക ഹോർമോണും. എന്താണ് നിരോധക ഹോർമോണും? ആദ്യമായി നമുക്ക് ശ്രവണ ഹോർമോൺ എന്തെന്ന് നോക്കാം. ഈ ശ്രവണ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തെ ഉദ്ദീപനം ചെയ്യുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് ശ്രവണ ഹോർമോണുകൾ എന്ന്. അപ്പൊ എന്താണ് ശ്രവണ ഹോർമോണുകൾ എന്ന് ചോദിച്ചാല് പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് ശ്രവണ ഹോർമോണുകൾ എന്ന്. ഈ ശ്രവണ ഹോർമോണുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അതാണ് ഗൊണാഡോട്രോപ്പിൻ. മറക്കരുത്, ശ്രവണ ഹോർമോണുകൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൊണാഡോട്രോപ്പിൻ ആണ്. നിരോധക ഹോർമോണുകൾ. എന്താ നിരോധക ഹോർമോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീയൂഷഗ്രന്ഥിയുടെ ഉൽപാദനത്തെ, എന്തിന്റെ ഉൽപാദനത്തെ? ഹോർമോണുകളുടെ ഉൽപാദനത്തെ തടയുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് നിരോധക ഹോർമോണുകൾ. ഒന്നുകൂടി പറയാം. പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ തടയുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് നിരോധക ഹോർമോണുകൾ എന്ന്. ഉദാഹരണം പഠിച്ചോളുക. സൊമാറ്റോസ്റ്റാറ്റിൻ. എന്താ പേര്? സൊമാറ്റോസ്റ്റാറ്റിൻ എന്നാണ്. എന്താണ്? സൊമാറ്റോസ്റ്റാറ്റിൻ എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹൈപ്പോ തലാമസിന്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലെ പൂർവ്വ മസ്തിഷ്കത്തിലെ ഡയസെഫലോൺ എന്ന് പറയുന്ന മേഖലയിലാണ്. അതുപോലെ തന്നെ ഹൈപ്പോ തലാമസിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസുകൾ. ഹൈപ്പോ തലാമസിൽ 2 തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നാണ് ശ്രവണ ഹോർമോണുകളും മറ്റൊന്ന് നിരോധക ഹോർമോണുകളും. എന്താണ് ശ്രവണ ഹോർമോണുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രവിപ്പിക്കാനായിട്ടല്ലേ, അതായത് പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തെ ഉദ്ദീപനം ചെയ്യുന്ന ഹോർമോണുകളാണ് ശ്രവണ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഗൊണാഡോട്രോപ്പിൻ ആണ്. അതുപോലെ നിരോധക ഹോർമോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീയൂഷഗ്രന്ഥിയുടെ ഉൽപാദനത്തെ, ഹോർമോൺ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്ന ഹോർമോണുകളാണ് നിരോധക ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം സൊമാറ്റോസ്റ്റാറ്റിൻ. എന്താണ് സൊമാറ്റോസ്റ്റാറ്റിൻ? പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണിനെ തടയുന്നതിന് വേണ്ടി ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന നിരോധക ഹോർമോൺ ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ. പഠിച്ചോളനെ, പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണിനെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിനെ തടയാൻ വേണ്ടിയിട്ട് ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന നിരോധക ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങളിലാണ് എത്തുന്നത്. ഇത് ഏതു വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർട്ടൽ രക്തപര്യന വ്യവസ്ഥ വഴിയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകള് പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങളിൽ എത്തുന്നത് പോർട്ടൽ രക്തപര്യന വ്യവസ്ഥ വഴിയാണ്. പോർട്ടൽ രക്തപര്യന വ്യവസ്ഥ വഴിയാണ്. ഹൈപ്പോ തലാമസ് നേരിട്ട് നിയന്ത്രിക്കുന്ന പീയൂഷഗ്രന്ഥിയുടെ ഭാഗം ചോദിച്ചാൽ അത് പീയൂഷഗ്രന്ഥിയുടെ പിന്തളങ്ങളാണ്. ഹൈപ്പോ തലാമസ് നേരിട്ട് നിയന്ത്രിക്കുന്ന പീയൂഷഗ്രന്ഥിയുടെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് പീയൂഷഗ്രന്ഥിയുടെ പിന്തളങ്ങളാണ്. പീയൂഷഗ്രന്ഥിയും ഹൈപ്പോ തലാമസും നല്ല കൂട്ടുകാരാണ്. അപ്പോ നല്ല കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? നമ്മളെ ഒരുപാട് അതിനെ പ്രോത്സാഹിപ്പിക്കും, അല്ലെ? എന്നാൽ നേരെ തിരിച്ച് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിനെ തടയുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പീയൂഷഗ്രന്ഥി ഹൈപ്പോ തലാമസും ചെയ്യുന്നത്. ഇവിടെ പീയൂഷഗ്രന്ഥി എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ, അതായത് എന്തെങ്കിലും ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹൈപ്പോ തലാമസ് അവിടെ എന്ത് ചെയ്യും? ആ പീയൂഷഗ്രന്ഥിയെ പ്രോത്സാഹിപ്പിക്കുകയും, എന്നാൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അപ്പൊ തന്നെ ഹൈപ്പോ തലാമസ് പറയും ഈ പരിപാടി നടക്കൂല, അവിടെ അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞിട്ട്
ഈ സൊമാറ്റോസ്റ്റാറ്റിൻ പോലെയുള്ള നിരോധക ഹോർമോണുകൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണെന്ന് മാത്രം സുഹൃത്തുക്കളെ ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഓക്സിറ്റോക്സിന്റെ ധർമ്മങ്ങൾ. എന്തൊക്കെയാണ് ഓക്സിറ്റോക്സിന്റെ ധർമ്മങ്ങൾ എന്ന് നോക്കാം. ശരീരത്തിലെ മൃദുപേശികളിൽ പ്രവർത്തിക്കുകയും അവയുടെ സങ്കോച പ്രവർത്തനങ്ങൾ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓക്സിറ്റോസിൻ. മറക്കല്ലേ, ഓക്സിറ്റോസിന്റെ പ്രധാന ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ധർമ്മം ശരീരത്തിലെ മൃദുപേശികളിൽ പ്രവർത്തിക്കുകയും അവയുടെ സങ്കോച പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓക്സിറ്റോസിൻ. സ്ത്രീകളിൽ പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തികൾ ശക്തമായി ചുരുങ്ങുന്നതിന് സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. സ്ത്രീകളിലെ പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തികൾ ശക്തമായിട്ട് ചുരുങ്ങുന്നതിന് സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ക്ഷീരഗ്രന്ഥിയിൽ നിന്നും, അതായത് നമ്മുടെ മെമ്മറി ഗ്ലാൻസ് കേട്ടോ, മെമ്മറി ഗ്ലാൻസ് അല്ലെങ്കിൽ ക്ഷീരഗ്രന്ഥികളിൽ നിന്നും പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നതും ഓക്സിറ്റോസിൻ ആണ്. ക്ഷീരഗ്രന്ഥിയിൽ നിന്നും പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നതും ഓക്സിറ്റോസിൻ ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാസോപ്രസിന്റെ ധർമ്മം. അപ്പൊ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഓക്സിറ്റോസിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്. ശരീരത്തിലെ മൃദുപേശികൾ പ്രവർത്തിക്കുകയും അവയുടെ സങ്കോച പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. സ്ത്രീകളിൽ പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തികൾ ശക്തമായി ചുരുങ്ങുന്നതിന് സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ക്ഷീരഗ്രന്ഥി അല്ലെങ്കിൽ നമ്മൾ പറയും മെമ്മറി ഗ്ലാൻസ് എന്ന് പറയും. ഈ ക്ഷീരഗ്രന്ഥിയിൽ നിന്നും പാൽ ഉൽപാദനത്തിന് സ്ത്രീകളെ സഹായിക്കുന്നത് ആരാണ്? ഓക്സിറ്റോസിൻ ആണ്. ഇവിടെ ഒരു ഡൗട്ട് വരും, അതെന്തെന്നുള്ളത് നമ്മൾ പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ക്ലിയർ ആക്കും കേട്ടോ. അടുത്തതാണ് വാസോപ്രസിൻ. വാസോപ്രസിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വാസോപ്രസിൻ പ്രധാനമായും വൃക്കകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ ആണ്. വാസോപ്രസിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വൃക്കകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ ആണ്. വൃക്കകളിൽ നിന്നും ജലത്തിന്റെയും ഇലക്ട്രോലൈറ്റുകളുടെയും പുനരാഗീകരണം നിയന്ത്രിക്കുന്നത് വാസോപ്രസിൻ ആണ്. നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞിരുന്നേ, വാസോപ്രസിൻ എന്ന് പറയുന്നത് വൃക്കകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ ആണ്. വൃക്കകളിൽ നിന്നും ജലത്തിന്റെയും ഇലക്ട്രോലൈറ്റുകളുടെയും പുനരാഗിരണം നിയന്ത്രിക്കുന്നത് വാസോപ്രസിൻ ആണ്. മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടം തടയാൻ സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. മൂത്രത്തിലൂടെയുള്ള ജലനഷ്ടം തടയാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് വാസോപ്രസിൻ ആണ്. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ്. അതാണ് നമ്മൾ ADH എന്ന് ആദ്യം പറഞ്ഞത് കേട്ടോ. ഈ ഭാഗത്ത് അത് വ്യക്തമായിട്ട് പറയാനാണ് അപ്പോ പറയാതിരുന്നത്. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് വാസോപ്രസിൻ ആണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. വാസോപ്രസിന്റെ പ്രധാന ധർമ്മങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, വാസോപ്രസിൻ പ്രധാനമായും വൃക്കകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ ആണ്. വൃക്കകളിൽ നിന്നും ജലത്തെയും അതുപോലെ ഇലക്ട്രോലൈറ്റുകളെയും പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. മൂത്രത്തിലൂടെ ജലനഷ്ടം തടയാൻ സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പീയൂഷ ഗ്രന്ഥി. എന്താ അവന്റെ പേര്? പീയൂഷ ഗ്രന്ഥി. PSCയുടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മുടെ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പറ്റിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. ആദ്യം നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം കേട്ടോ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ ചിത്രത്തെ ശ്രദ്ധിക്കുക. കണ്ടോ സുഹൃത്തുക്കളെ, നമ്മുടെ ഹൈപ്പോ തലാമസ് ഇരിക്കുന്നത് കണ്ടോ? ഹൈപ്പോ തലാമസ് ഇരിക്കുന്നത്. ഈ ഹൈപ്പോ തലാമസിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട നാഡികൾ വരുന്നുണ്ട്. ഒരു നാഡി നേരെ താഴേക്ക് വന്നിട്ട് നമ്മുടെ പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ സുഹൃത്തുക്കളെ, പിൻതളത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പിൻതളത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൈപ്പോ തലാമസിന് ഡയറക്റ്റ് ആരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മുടെ പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിന് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി ഹൈപ്പോ തലാമസ് പറഞ്ഞപ്പോ പറഞ്ഞു. ഓക്കെ ആണേ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഹൈപ്പോ തലാമസിൽ രണ്ട് പ്രധാനപ്പെട്ട നാഡികളുണ്ട്. അതിൽ ഒരു നാഡി എന്ന് പറയുന്നത് നമ്മുടെ പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിൽ ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈപ്പോ തലാമസിന് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ, പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിലാണ് ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും വന്ന് നിറയുന്നതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന് നിറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പീയൂഷ ഗ്രന്ഥി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓക്സിറ്റോക്സിനെയും വാസോപ്രസിനെയും ബ്ലഡിലെ കലർ, രക്തത്തിലെ കലർ ഇങ്ങനെ കൃത്യമായിട്ട് കലരുന്നുണ്ടോ എന്ന് ആര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? നമ്മുടെ ഹൈപ്പോ തലാമസ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഹൈപ്പോ തലാമസിൽ നിന്നും ഡയറക്റ്റ് ഒരു നാഡി എങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു ഹൈപ്പോ തലാമസിൽ നിന്ന് നാഡി വരുന്നുണ്ട് അല്ലെ സുഹൃത്തുക്കളെ. ആ നാഡി പക്ഷേ നമ്മുടെ പീയൂഷ ഗ്രന്ഥിനെ
മുൻതളങ്ങളിലേക്ക് ഡയറക്റ്റ് കണക്റ്റഡ് അല്ല. അതിന് പകരമാണ് ഒരു പോർട്ടൽ പരിയേന വ്യവസ്ഥയിലൂടെ, ഒരു പോർട്ടൽ രക്തപരിയേന വ്യവസ്ഥയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പീയൂഷഗ്രന്ഥിയുടെ മുൻതളത്തിന് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ, പീയൂഷഗ്രന്ഥിയുടെ മുൻതളം എന്തൊക്കെ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാലും അത് ആരറിയും, ഹൈപ്പോതലാമസ് അറിയും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ ഹൈപ്പോതലാമസും പീയൂഷഗ്രന്ഥിയും വളരെ അടുത്ത കൂട്ടുകാരാണെന്ന് പറഞ്ഞതിന്റെ കാര്യം കേട്ടോ. അപ്പോ പീയൂഷഗ്രന്ഥി എന്ത് ചെയ്താലും ആരറിയും, ഹൈപ്പോതലാമസ് അറിയും. അതിനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പഠിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം പീയൂഷഗ്രന്ഥി. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന 2 തളങ്ങളുള്ള ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. അല്ലെ സുഹൃത്തുക്കളെ, ഇത് 1ാമത്തെ തളം, ഇരിക്കുന്ന 2ാമത്തെ തളം. ഓക്കെയാണ്. ഒന്നിന്റെ പേര് മുൻതളം, മറ്റേതിന്റെ പേരെന്താണ്, പിന്തളം. അപ്പോ മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന 2 തളങ്ങളുള്ള ഗ്രന്ഥിയാണ് പീയൂഷഗ്രന്ഥി. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പീയൂഷഗ്രന്ഥിയാണ്. പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീയൂഷഗ്രന്ഥിയാണ്. പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പീയൂഷഗ്രന്ഥിയാണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഏകദേശം ഒരു പയർവിത്തിന്റെ ആകൃതിയില്ലേ? പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീയൂഷഗ്രന്ഥിയാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പറ്റിയാണ്. അതിൽ തന്നെ പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് PSC സ്ഥിരമായിട്ട് പ്രീവിയസ് ആയിട്ട് LGS മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാം, അത് SI ടെസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ KS ആവട്ടെ, ഏതൊരു എക്സാമിനും PSC ചോദിക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. അപ്പോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളങ്ങൾ അല്ലെങ്കിൽ പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അങ്ങ് പഠിക്കാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വളർച്ചാ ഹോർമോൺ അഥവാ ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ. പഠിച്ചോളനെ, വളർച്ചാ ഹോർമോൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്ന്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ്. ഈ സൊമാറ്റോട്രോപിക് ഹോർമോൺ എന്നുള്ളത് പഠിച്ചോളണേ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് വളർച്ചാ ഹോർമോൺ ആണ്. വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം അസാധാരണമായ ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. പഠിച്ചോളണേ, വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം അസാധാരണമായ ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാമനത്വം. 2 പ്രധാനപ്പെട്ട PSCയുടെ പ്രീവിയസ് രോഗങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തത് വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം അസാധാരണമായി ശരീരം വളരുകയാണ്. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. രണ്ടാമത് എന്താ പറഞ്ഞത്? വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിച്ചു പോകുന്നു ശരീരത്തിന്റെ. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാമനത്വം. മധ്യവയസ്സിൽ വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം കടുത്ത വൈരൂപ്യത്തിലേക്ക് നയിക്കാം. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. പഠിച്ചോളണേ, മധ്യവയസ്സുള്ളവരിലാണെങ്കിൽ ഈ വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ GH എന്ന് പറയുന്ന സാധനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത വൈരൂപ്യത്തിലേക്ക് എന്ത് ചെയ്യും? ആ വ്യക്തികളെ നയിക്കും. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. എന്താ പേര്? അക്രോമെഗാലി എന്ന്. അക്രോമെഗാലി രോഗം കൂടുതലായി വ്യക്തമാകുന്ന ശരീരഭാഗം മുഖമാണ്. പഠിച്ചോളണേ, അക്രോമെഗാലി രോഗം കൂടുതലായി വ്യക്തമാകുന്ന ഭാഗം ചോദിച്ചാൽ അത് നമ്മുടെ മുഖമാണ്. മരണത്തിന് വരെ കാരണമാകുന്ന ഹോർമോൺ രോഗം എന്നറിയപ്പെടുന്നത് അക്രോമെഗാലിയാണ്. പഠിച്ചോളണേ, മരണത്തിന് വരെ കാരണമാകുന്ന ഹോർമോൺ രോഗം എന്നറിയപ്പെടുന്നത് അക്രോമെഗാലിയാണ്. കാരണം അക്രോമെഗാലി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, വളരെ താമസിച്ച് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന
ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്രോത്ത് ഹോർമോണിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അത് സൊമാറ്റോട്രോപി ഹോർമോൺ എന്നാണ്. പീയൂഷഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. മനുഷ്യന്റെ വളർച്ചാ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് വളർച്ചാ ഹോർമോണാണ്. വളർച്ചാ ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം അസാധാരണമായ ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഭീമാകാരത്വം. വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വാമനത്വം. മധ്യവയസ്സിൽ അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികളിലാണ് ഈ പറഞ്ഞിരിക്കുന്ന GH അല്ലെങ്കിൽ വളർച്ചാ ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത്തരം വ്യക്തികൾ വൈരൂപ്യത്തിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അക്രോമെഗാലി. അക്രോമെഗാലി രോഗം കൂടുതലായിട്ട് വ്യക്തമാകുന്നത് മുഖത്താണ്. മരണത്തിന് വരെ കാരണമാകുന്ന ഹോർമോൺ രോഗം എന്നറിയപ്പെടുന്നത് അക്രോമെഗാലിയാണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രോലാക്റ്റിൻ. നമുക്ക് നേരത്തെ കൺഫ്യൂഷൻ വന്നൊരു ഓസിറ്റോക്സിന്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള ക്ലിയർ കട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. എന്താ പ്രോലാക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ സ്തനങ്ങളുടെ വളർച്ചയ്ക്കും പാലുൽപാദനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. സ്ത്രീകളിലെ സ്തന വളർച്ചയ്ക്കും പാലുൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ പ്രോലാക്റ്റിൻ ആണ്. എന്നാൽ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഓസിറ്റോക്സിനും എന്തിനു സഹായിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു, പാലുൽപാദനത്തിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പ്രോലാക്റ്റിൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ സ്ഥലങ്ങളിലുള്ള നമ്മുടെ മെമ്മറി ഗ്ലാൻസിന് അല്ലെങ്കിൽ ക്ഷീര ഗ്രന്ഥികളോട് പറയും പാലുൽപാദിപ്പിക്കാൻ പറയും. ആ പാലുൽപാദനത്തിന്റെ അളവിനെ ആര് നിയന്ത്രിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓസിറ്റോക്സിൻ ആണ് കേട്ടോ. പാലുൽപാദനത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസിറ്റോക്സിൻ ആണ്. അപ്പൊ ആ ഭാഗം വന്ന് ഇപ്പൊ ക്ലിയർ ആയല്ലോ സുഹൃത്തുക്കളെ, പഠിക്കുക. അടുത്തതാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH. എന്താണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH എന്ന് പറയുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ഹോർമോണുകളുടെ ഉൽപാദനത്തെയും സ്രവിക്കുന്നതിനെയും നിയന്ത്രിക്കുന്ന നമ്മുടെ പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അറിയപ്പെടുന്ന പേരാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH എന്ന് പറയുന്നത്. എന്താണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിലെ ഹോർമോണുകളുടെ ഉൽപാദനത്തെയും അത് സ്രവിക്കുന്നതിന്റെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകളെയാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഥവാ ACTH. അഡ്രീനൽ കോർട്ടക്സിൽ നിന്നും ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് ഹോർമോണുകളാണ് കേട്ടോ. അപ്പോൾ അഡ്രീനൽ കോർട്ടക്സിൽ നിന്നും ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോണുകളെ ഉൽപാദനത്തെയും സ്രവിക്കുന്നതിനെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ അറിയപ്പെടുന്ന പേരാണ് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ വിളിക്കുന്ന പേര് ACTH എന്നാണ്. അപ്പോ ഒന്നുകൂടി പറയാം, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഥവാ ACTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രീനോ കോർട്ടക്സിൽ നിന്നും ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ അല്ലെങ്കിൽ അവിടെ വിളിക്കുന്ന പേരാണ് സ്റ്റിറോയിഡ് ഹോർമോണുകൾ എന്ന്. ഈ സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ അവയുടെ ഉൽപാദനത്തെയും അവയുടെ സ്രവിക്കുന്നതിനെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകളെയാണ് നമ്മൾ ACTH അഥവാ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. പഠിക്കുക. ഗൊണാഡോട്രോപ്പിൻ. എന്താണ് ഗൊണാഡോട്രോപ്പിൻ? PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഗൊണാഡോട്രോപ്പിൻ. പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ. പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഗൊണാഡോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പലർക്കും ഗൊണാഡ്സുമായിട്ട് ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ സ്ത്രീകളിലും പുരുഷനിലും ഒരുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഗൊണാഡോട്രോപ്പിൻ പ്രധാനമായും 2 ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 ഹോർമോണുകൾ ചേർന്ന് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന പേരാണ്. അതിനകത്തുള്ള 2 ഹോർമോൺ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ അഥവാ LH. ലൂട്ടിനൈസിംഗ് ഹോർമോൺ അഥവാ LH ഉം അതുപോലെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH ഉം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH ഉം ഈ 2 ഹോർമോണുകൾ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഗൊണാഡോട്രോപ്പിൻ എന്ന പേരിലെ കോമൺ നെയിം ആയിട്ട് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഇത്രയും ഭാഗം ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞു? നമ്മൾ ഓൾറെഡി പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോൺ അറിയപ്പെടുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻ എന്നുള്ളത്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഗൊണാഡോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
ഇത് എടുത്തു പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഗൊണാഡ്സുമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഗൊണാഡോട്രോപ്പിൻ പ്രധാനമായും 2 ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ 2 ഹോർമോണുകളെ ചേർത്ത് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻ എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് ചോദിച്ചാൽ, ഒന്ന് ലൂട്ടിനൈസിങ് ഹോർമോൺ അഥവാ LH, മറ്റൊന്ന് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH. ഇനി നമുക്ക് ലൂട്ടിനൈസിങ് ഹോർമോണും അതുപോലെ തന്നെ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും പുരുഷന്മാരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ലൂട്ടിനൈസിംഗ് ഹോർമോണ് പുരുഷന്മാരിലെ വൃഷണങ്ങളെ ഉത്തേജിപ്പിച്ച് ആൻഡ്രജനുകളുടെ ഉൽപാദനത്തെയും സ്രവിക്കുന്നതിനെയും നിയന്ത്രിക്കുന്നു. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? പുരുഷന്മാരിലെ ലൂട്ടിനൈസിംഗ് ഹോർമോണ് വൃഷണങ്ങളെ ഉത്തേജിപ്പിച്ച് ആൻഡ്രജനുകളുടെ ഉൽപാദനത്തെയും അതുപോലെ തന്നെ ഈ ആൻഡ്രജന്റെ സ്രവിക്കുന്നതിനെയും നിയന്ത്രിക്കുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പുരുഷന്മാരിൽ ആൻഡ്രജൻ ഉൽപാദനത്തെയും പുംബീജ ഉൽപാദനത്തെയും നിയന്ത്രിക്കുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പോ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ അത് പുരുഷന്മാരിൽ ആൻഡ്രജന്റെ ഉൽപാദനത്തിനെയും മാത്രമല്ല പുംബീജ ഉൽപാദനത്തിനെയും നിയന്ത്രിക്കുന്നു. അതോടെ സ്പേമിന്റെ ഉൽപാദനത്തെയും നിയന്ത്രിക്കുന്നു എന്നർത്ഥം കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. ഗൊണാഡോട്രോപ്പിൽ 2 പേരുണ്ട്, ലൂട്ടിനൈസിംഗ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഉണ്ട്. ഇതിൽ പുരുഷന്മാരിൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് പുരുഷന്മാരിലെ വൃഷണങ്ങളെ ഉത്തേജിപ്പിക്കുകയും ആൻഡ്രജനുകളുടെ ഉൽപാദനത്തെയും അതിനെ സ്രവിക്കുന്നതിനെയും നിയന്ത്രിക്കുകയും ചെയ്യും. ഇനി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പുരുഷന്മാരിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും ആൻഡ്രജന്റെ ഉൽപാദനത്തിനെ ഉത്തേജിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ പുംബീജ ഉൽപാദനത്തിനെ നിയന്ത്രിക്കുകയും ചെയ്യും. പഠിക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലൂട്ടിനൈസിംഗ് ഹോർമോണും അതുപോലെ തന്നെയാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും സ്ത്രീകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്താണ് ലൂട്ടിനൈസിംഗ് ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും സ്ത്രീകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ലൂട്ടിനൈസിംഗ് ഹോർമോണുകൾ സ്ത്രീകളിൽ പൂർണ്ണ വളർച്ചയെത്തിയ അണ്ഡങ്ങളുടെ ഉത്സർജനത്തിന് സഹായിക്കുന്നു. ലൂട്ടിനൈസിംഗ് ഹോർമോണുകൾ സ്ത്രീകളിൽ പൂർണ്ണ വളർച്ചയെത്തിയ അണ്ഡങ്ങളുടെ ഉത്സർജനത്തിന് സഹായിക്കുന്നു. കോർപ്പസ് ലൂട്ടിയസിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നു. കോർപ്പസ് ലൂട്ടിയസിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നു. സ്ത്രീകളുടെ ഗർഭാവസ്ഥ നിലനിർത്തുന്ന പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിനെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഈ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ്, അഥവാ LH ആണ്. മറക്കരുത്. സ്ത്രീകളുടെ ഗർഭാവസ്ഥ നിലനിർത്തുന്ന പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോൺ നിയന്ത്രിക്കുന്നതും ആരാണ്? ഈ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്ത്രീകളുടെ അണ്ഡാശയ കോശങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്ത്രീകളിലെ അണ്ഡാശയ കോശങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നുമില്ല, ലൂട്ടിനൈസിംഗ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും സ്ത്രീകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണെങ്കിൽ സ്ത്രീകളിൽ പൂർണ്ണ വളർച്ചയെത്തിയ അണ്ഡങ്ങളുടെ ഉത്സർജനത്തിന് സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ കോർപ്പസ് ലൂട്ടിയത്തിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നു. സ്ത്രീകളുടെ ഗർഭാവസ്ഥ നിലനിർത്തുന്ന പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോൺ നിയന്ത്രിക്കുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്ത്രീകളിൽ അണ്ഡാശയ കോശങ്ങളെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു. പഠിക്കുക. അടുത്തതാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒട്ടുമിക്ക സുഹൃത്തുക്കളും കേൾക്കാത്തൊരു ഹോർമോണാണ്, പക്ഷേ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലാനിൻ അടങ്ങിയിരിക്കുന്ന കോശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോർമോണാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് ത്വക്കിന്റെ നിറഭേദങ്ങൾ ക്രമീകരിക്കുന്ന ഹോർമോണാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MSH എന്ന് പറയുന്നു. ഇത് മെലാനിൻ അടങ്ങിയിരിക്കുന്ന കോശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോർമോണാണ്. ഇത് മെലാനിൻ അടങ്ങിയിരിക്കുന്ന കോശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് ത്വക്കിന്റെ നിറഭേദങ്ങൾ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ത്വക്കിന്റെ നിറഭേദങ്ങൾ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പിനിയൽ ഗ്രന്ഥി. എന്താണ് പിനിയൽ ഗ്രന്ഥി? ചിലടത്ത് പൈനിയൽ ഗ്രന്ഥി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി എന്ന് എഴുതിയിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ പിനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പിനിയൽ ഗ്ലാൻഡ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പിനിയൽ ഗ്രന്ഥി.
മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. കണ്ടോ, വളരെ ചെറുതാണല്ലേ, നമ്മുടെ തലച്ചോറിനുള്ളിൽ വളരെ ചെറുതായിട്ട് ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി പിനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ്. പിനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് മെലാറ്റോണിനും അതുപോലെ സെറോട്ടോണിനും. മെലാറ്റോണിനും സെറോട്ടോണിനും. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, പിനിയൽ ഗ്രന്ഥിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ്. പിനിയൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണുകളുണ്ട്. അതാണ് മെലാറ്റോണിനും അതുപോലെ സെറോട്ടോണിനും. പഠിക്കുക. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ ആണ്. പകൽ സമയങ്ങളെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ ആണ്. അങ്ങനെ മെലാറ്റോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ പകൽ സമയങ്ങളെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് മെലാറ്റോണിൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിനിയൽ ഗ്രന്ഥിയുടെ മറ്റു ധർമ്മങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ഒത്തിരി പോയിന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിനിയൽ ഗ്രന്ഥിയുടെ ധർമ്മങ്ങൾ. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ത്വക്കിന് നിറഭേദങ്ങൾക്ക് കാരണമാകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ഒരു പരിധി വരെ കേട്ടോ, ത്വക്കിന്റെ നിറഭേദങ്ങൾക്ക് കാരണമാകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. സ്ത്രീകളിൽ ആർത്തവ ചക്രം കൃത്യത പാലിക്കുന്നതിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. സ്ത്രീകളിലെ ആർത്തവ ചക്രം കൃത്യത പാലിക്കുന്നതിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാറ്റോണിൻ. കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. പകൽ സമയങ്ങളെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ മെലാറ്റോണിൻ. അടുത്തതായി നമ്മൾ പറഞ്ഞത് പിനിയൽ ഗ്രന്ഥിയുടെ മറ്റു പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. ത്വക്കിന് നിറഭേദത്തിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. സ്ത്രീകളിൽ ആർത്തവ ചക്രം കൃത്യത പാലിക്കുന്നതിന് കാരണം പിനിയൽ ഗ്രന്ഥിയാണ്. അതുപോലെ ശരീര ഊഷ്മാവ് നിലനിർത്തുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പിനിയൽ ഗ്രന്ഥിയാണ്. പഠിക്കുക. അടുത്തതാണ് തൈറോയിഡ് ഗ്രന്ഥി. എന്താണ് തൈറോയിഡ് ഗ്രന്ഥി? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. കണ്ടോ, ചിത്രശലഭത്തിന്റെ ആകൃതിയിലല്ലേ സുഹൃത്തുക്കളെ ഇരിക്കുന്നത്? അപ്പോ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ശ്വസന നാളത്തിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി. കണ്ടോ, ഇതാണ് നമ്മുടെ ശ്വസന നാളം എന്ന് പറയുന്നത്. ഈ ശ്വസന നാളത്തിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മുൻപിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മുൻപിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മുൻപിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇസ്തുമസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും കൊണ്ടാണ്. തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും അതുപോലെ സ്ട്രോമൽ കലകളും കൊണ്ടാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും അതുപോലെ കാൽസിട്ടോണിനും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തൈറോയിഡ് ഗ്രന്ഥിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ആണ്. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി.
ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ശ്വസനനാളത്തിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുൻപിൻതളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇസ്തുമസ് എന്ന് പറയുന്ന ഭാഗമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും അതുപോലെ സ്ട്രോമൽ കലകളും കൊണ്ടാണ്. ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും കൊണ്ടാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് തൈറോക്സിനും അതുപോലെ കാൽസിട്ടോണിനും പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് തൈറോക്സിനെ പറ്റിയിട്ടാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഏതാണ് തൈറോക്സിൻ? തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയാണ് അല്ലെ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം എന്ന് ചോദിച്ചാൽ അത് അയഡിനാണ്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന തൈറോയിഡ് ഗ്രന്ഥിയിലെ വീക്കം അറിയപ്പെടുന്ന പേരാണ് ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്ന പേരാണ് ഗോയിറ്റർ. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. മറക്കല്ലേ, ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ BMR നിയന്ത്രിക്കുന്ന ഹോർമോൺ ആരെന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ അത് തൈറോക്സിൻ ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോക്സിൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം അറിയപ്പെടുന്ന പേരാണ് ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ബേസൽ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ BMR നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. തൈറോക്സിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം എന്നും തൈറോക്സിന്റെ അളവ് കുറയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം എന്നും. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസവും ഒന്ന് ഹൈപ്പോ തൈറോയിഡിസവും. തെറ്റല്ലേ? ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. ഹൈപ്പർ തൈറോയിഡിസം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് എക്സോതാൽമിക് ഗോയിറ്റർ. പഠിക്കുക, ഹൈപ്പർ തൈറോയിഡിസം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ തൈറോക്സിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽമിക് ഗോയിറ്ററിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചാൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വലുതാവുന്നു. എക്സോഫ്താൽമിക് ഗോയിറ്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വലുതാകുന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കണ്ണുകൾ പുറത്തേക്ക് തള്ളുക. അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുക. അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുക. ശരീരഭാരം കുറയുക. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരഭാരം കുറയും. പഠിക്കുക. എക്സോഫ്താൽമിക് ഗോയിറ്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചോദിച്ചാല് തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വലുതാകുന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നു. അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയുകയും ചെയ്യുന്നു. പഠിക്കുക. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികൾ വളർച്ച മുരടിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളുടെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരുണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. ഇത് രണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം പഠിക്കുക. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന വളർച്ച മുരടിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ക്രെട്ടനിസം. എന്നാൽ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. പഠിക്കുക. തൈറോയിഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം.
ഗർഭകാലത്ത് തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്നതാണ് കുഞ്ഞിന്റെ വികലമായ വികാസം, വളർച്ച മുരടിപ്പ്, കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാകാം, താഴ്ന്ന ബുദ്ധി നിലവാരമുള്ള കുട്ടികളായിരിക്കും, അസാധാരണമായ ത്വക്കുള്ളവരായിരിക്കും, അതുപോലെ ബധിരരോ മൂകരോ ആകുവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കള് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഗർഭകാലത്ത് തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാല് കുഞ്ഞിന്റെ വികലമായ വികാസം, വളർച്ച മുരടിപ്പ്, ബുദ്ധിമാന്ദ്യം, താഴ്ന്ന ബുദ്ധി നിലവാരം, അസാധാരണമായ ത്വക്ക്, ബധിരത, മൂകത എന്നിവയാണ്. അതുകൊണ്ടാണ് ഗർഭാവസ്ഥയിരിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതലായിട്ടും തൈറോക്സിന്റെതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം കേട്ടോ. മുതിർന്ന സ്ത്രീകളിൽ ക്രമരഹിതമായ ആർത്തവ ചക്രത്തിന് കാരണം തൈറോക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മുതിർന്ന സ്ത്രീകളിലാണെങ്കിൽ ക്രമരഹിതമായ ആർത്തവ ചക്രത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനമായിരിക്കും. ഇനി നമുക്ക് പഠിക്കേണ്ട ഹോർമോണാണ് കാൽസിട്ടോണിൻ. വളരെ കുറച്ച് മാത്രമേ PSC ചോദിച്ചിട്ടുള്ളൂ, എന്നാലും നമുക്ക് പഠിക്കണം കാൽസിട്ടോണിൻ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. കണ്ടോ, കാൽസ്യം എന്ന് കാൽസിട്രോണിൽ തന്നെ കിടപ്പുണ്ടല്ലോ. അപ്പോ ഏത് മൂലകമാണ് അവിടെ വർദ്ധിക്കുന്നതെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിട്ടോണിൻ. രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് കാൽസിട്ടോണിൻ ആണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ മനുഷ്യശരീരത്തിലെ പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികളുടെ പാർട്ട് 1 നമ്മൾ പഠിച്ചത്. ഇത് പാർട്ട് 1 മാത്രമാണ് സുഹൃത്തുക്കളെ. ബാക്കിയുള്ളവയും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഹൈപ്പോതലാമസ്, അതുപോലെ തന്നെ പീയൂഷ ഗ്രന്ഥി പഠിച്ചു, തൈറോയിഡ് ഗ്രന്ഥി പഠിച്ചു, അതുപോലെ പിനിയൽ ഗ്രന്ഥിയും പഠിച്ചു. ഇനി ബാക്കിയുള്ള ഗ്രന്ഥികൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലെ വ്യക്തമായിട്ട് പഠിക്കും. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.